ഏറെ ദാരുണമായൊരു വാർത്തയാണ് ഇന്ന് തൃശ്ശൂരിൽ നിന്ന് വന്നത്. സംസ്ഥാനത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് വീണ്ടും മരണമുണ്ടായിരിക്കുമെന്ന് ഞെട്ടിക്കുന്ന വാർത്ത. തൃശ്ശൂർ കുറ്റിലക്കടവ് സ്വദേശി ഉസൈബയാണ് മരിച്ചത്. പെരിഞ്ഞനത്തെ സെയിൻ ഹോട്ടലിൽ നിന്ന് കുഴിമന്തി കഴിച്ച ഉസൈബ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ശനിയാഴ്ചയാണ് പെരിഞ്ഞനം സെന്ററിന് വടക്കു ഭാഗത്തുള്ള സെയിൻസ് ഹോട്ടലിൽ നിന്ന് ഉസൈബയുടെ കുടുംബം കുഴിമന്തി പാഴ്സൽ വാങ്ങി കഴിച്ചത്. ഞായറാഴ്ച രാവിലെ പനിയും ഛർദിയും വയറിളക്കവും ഉണ്ടായതോടെ വീട്ടിലുള്ള മറ്റു 3 പേർ ആശുപത്രിയിൽ ചികിത്സ തേടി. അപ്പോഴും ഉസൈബയ്ക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. തിങ്കളാഴ്ച രാവിലെ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ഉസൈബയെയും പെരിഞ്ഞനം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. സ്ഥിതി മോശമായതിനെ തുടർന്ന് ഇരിഞ്ഞാലക്കുട ജനറൽ ആശുപത്രിയിലേക്കും വൈകിട്ട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും മാറ്റി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ 56 വയസ്സുകാരി ഉസൈബ ഇന്ന് പുലർച്ചെ 3 മണിക്ക് മരിച്ചു. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് നടപടി സ്വീകരിച്ചാൽ കുറച്ച് നാളുകൾ മാത്രമേ അത് ആ ഹോട്ടൽ അത് ശ്രദ്ധിക്കുന്നുള്ളൂ. വീണ്ടും വേറെ ഇപ്പോൾ ആളുകൾ മുഴുവനും ആശ്രയിക്കുന്ന ഹോട്ടൽ പോലെയാണ്. പൊതു സ്ഥലത്ത് ഏറ്റവും നല്ല വിൽപ്പനയുള്ള ഒരു ഹോട്ടൽ ഒന്നാണത്. അതാണ് അതിന്റെ പ്രശ്നം. ഇതിപ്പോൾ നമ്മൾ നിയമ നടപടിയിൽ കർശനമായിട്ട് നമ്മൾ നോക്കും. എന്താണ് നിയമത്തിൽ പറയുന്ന അനുസരിച്ച് നമുക്ക് ചെയ്യാൻ കഴിയും. ഉറപ്പായിട്ടും നമുക്ക് അക്കാര്യത്തിൽ ഉള്ള നടപടി നേരത്തെ ചെയ്ത് ഇപ്പോൾ അത് ഉണ്ടായ ഉടനെ തന്നെ പഞ്ചായത്തിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. പഞ്ചായത്ത് ഇടപെട്ട് അവിടെ ചെന്നു, അതുപോലുള്ള പരിശോധന ഒക്കെ നടത്തി വേണ്ട ഏർപ്പാട് ചെയ്തു, അത് അടച്ചു ഒക്കെ ചെയ്തിട്ടുണ്ട്. ഉസൈബയുടെ കുടുംബാംഗങ്ങളായ 3 പേർ ഇപ്പോഴും ചികിത്സയിലാണ്. ഹോട്ടലിൽ നിന്ന് ശനിയാഴ്ച കുഴിമന്തി, അൽഫാം എന്നിവ കഴിച്ച 124 പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റിരുന്നു. നിലവിൽ 47 പേർ വിവിധ ആശുപത്രികളിലെ ചികിത്സയിലുണ്ട്. ഒരാൾ ICUവിലാണ്. കുഴിമന്തിക്കും അൽഫാമിനും ഒപ്പം നൽകിയ മയണൈസിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. ഭക്ഷണം പാഴ്സൽ വാങ്ങി കഴിച്ചവരാണ് അസ്വസ്ഥതയുണ്ടായവരിൽ കൂടുതലും. ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നിന്നെത്തിയ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഹോട്ടലിൽ വിശദമായ പരിശോധന നടത്തി. സാമ്പിളുകൾ ശേഖരിച്ച ശേഷം ഹോട്ടൽ അടപ്പിച്ചു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.